സൃഷ്ടാവിൻ്റെ നാമത്തെ പറ്റിയിട്ട് ബൈബിള് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, അതിൻ്റെ മഹത്വത്തെ പറ്റിയിട്ട്. എന്നാൽ ശാമുവേൽ 1:12-22 പറയുന്നത്, തൻ്റെ മഹത്തായ നാമം നിമിത്തം തൻ്റെ ജനത്തെ കൈവിടില്ല, നിങ്ങളെ തൻ്റെ ജനമാക്കിക്കൊള്ളുവാൻ ഇഷ്ടം തോന്നിയിരിക്കുന്നു. അപ്പൊ സൃഷ്ടാവിൻ്റെ ആ നാമം നിമിത്തം ജനത്തെ കൈവിടില്ല, തൻ്റെ ജനമാക്കിക്കൊള്ളുവാൻ ഇഷ്ടം തോന്നിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടാവിൻ്റെതാണ് ഈ സൃഷ്ടി എന്ന് അറിയിക്കാനുള്ള ഒരു തെളിവാണത്. കാരണം സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. കാരണം നമുക്ക് ജീവൻ നിലനിർത്താൻ സൃഷ്ടാവിന്റെ കൈകൾ ആവശ്യമാണ്. സൃഷ്ടാവിന്റെ കൈകളെ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇവിടെ പറഞ്ഞത്, സൃഷ്ടാവും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് ഒരിക്കലും മുറിച്ചുകൂടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ബന്ധത്തെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ തൻ്റെ മഹത്തായ നാമം നിമിത്തം എന്ന് പറയുന്നുണ്ട്, തൻ്റെ ജനത്തെ കൈവിടില്ല എന്ന്. അപ്പോൾ സൃഷ്ടാവിന്റെ ആ നാമാണ് നമ്മളെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാമത്തെ തന്നെയാണ് ബൈബിള് മുന്നേ പറഞ്ഞിരുന്നത്, കടലിൽ സഞ്ചരിക്കുന്നതിനെയും പക്ഷിനെയും കപ്പലിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ സൃഷ്ടാവ് തന്നെയാണെന്ന്. മറിഞ്ഞെടുക്കുന്ന പല സത്യങ്ങളുണ്ട്, പക്ഷെ അത് നമ്മൾ അറിയാതെ പോയതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിച്ചു പോകുന്ന ഓരോ തെറ്റുകൾ. എന്ന യഥാർത്ഥ സത്യം നമ്മൾ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ